ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തുടക്കം വരെ ആശങ്കകൾ അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾ നിലനിന്നിരുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഒരു 7 അംഗ മന്ത്രിസഭാ ഉപസമിതി പദ്ധതി പരിശോധിക്കുമെന്നും റിപ്പോർട്ട് വരും വരെ പദ്ധതി മരവിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായ സമിതിയിൽ CPIയുടെ 2 മന്ത്രിമാരുമുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. ആ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരമൊരു സബ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ, പിന്നെ K രാജൻ, പ്രസാദ് അഗ്രികൾച്ചർ മിനിസ്റ്റർ, നിയമമന്ത്രി P രാജീവ്, റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, ഇങ്ങനെ 7 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം വെച്ച് 7ാം നാളാണ് സർക്കാരിന്റെ ഈ പിന്മാറ്റം. CPI ഉയർത്തിയ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ സർക്കാർ പിന്മാറുകയായിരുന്നു. VV അരുൺ ചേർന്നു. അരുൺ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ഈ മന്ത്രിസഭാ യോഗം തുടങ്ങുന്നത് വരെ PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു നടന്നത്. അതിനുശേഷം അത് CM ശ്രീയിലേക്ക് മാറുകയാണ്. പക്ഷേ PM ശ്രീയിൽ പിന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെയെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി കാര്യമായ ഒന്നും മറുപടി പറഞ്ഞില്ലായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണങ്ങൾ? വളരെ കൃത്യമായി മുന്നണിയുടെ ധാരണപ്രകാരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയത്. PMC പദ്ധതി വിവാദമായപ്പോൾ വലിയ തർക്കങ്ങൾ മുന്നണിയിൽ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കപ്പെട്ട സമയത്ത് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം. അദ്ദേഹത്തിനാണ് ഇതിലെ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നിലധികം പേർ അഭിപ്രായം പറഞ്ഞ് പല അഭിപ്രായങ്ങളുണ്ട് എന്ന തോന്നൽ ഇനിയും വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അഭിപ്രായം പറയട്ടെ. മുഖ്യമന്ത്രിയും മറുപടി പറയുമ്പോൾ തനിക്ക് ഇതിൽ പല കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷേ ഒരു ധാരണ പ്രകാരമാണ് താൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആ ധാരണ അനുസരിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ പിന്നീടാകാം. കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് പറയുന്നു. ഈ 7 അംഗ സബ് കമ്മിറ്റിയെ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ 7 അംഗ സബ് കമ്മിറ്റിയെ തീരുമാനിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ പിന്നീട് ചർച്ചകളാകാം. ഒരു കാരണവശാലും സംസ്ഥാനത്ത് സംഘപരിവാർ നടപ്പാക്കില്ല. അത്തരം ആരോപണങ്ങൾ വരുന്നതിനപ്പുറത്തേക്ക് അതിൽ ഒരു കാരണവശാലും വസ്തുത ഉണ്ടാകില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ദേശീയ വിദ്യാഭ്യാസത്തെ സംസ്ഥാനം നടപ്പാക്കില്ല എന്ന് കൂടി പറഞ്ഞു വച്ചത്. ഏതായാലും ആ വിവാദ ഭാഗങ്ങളിലേക്ക് മുഖ്യമന്ത്രി കടന്നില്ല. ആർക്കാണ് തെറ്റുപറ്റിയെന്നോ ആരാണോ ഈ വിവാദത്തിൽ തിരിച്ചടി ഉണ്ടായെന്ന കാര്യങ്ങളിലേക്ക് മുഖ്യമന്ത്രി പോയില്ല. അത് ആ കാര്യം റിവ്യൂ ചെയ്യാൻ, അവലോകനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് പിന്നീട് ഫ്രീസ് ചെയ്യാൻ കേന്ദ്രത്തെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മാത്രമാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക്, ആവർത്തിച്ച ചോദ്യങ്ങൾക്കും പറഞ്ഞ മറുപടി. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇന്ന് കേട്ടു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ പിന്മാറും എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണവും മുഖ്യമന്ത്രി പറഞ്ഞില്ല. പകരം എന്തായാലും ഈ ഉപസമിതിയെ നിയോഗിച്ച സ്ഥിതിക്ക് ഇനി അതിനുശേഷം ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇക്കാര്യം കാണിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പിന്മാറ്റം കാണിച്ച് തൽക്കാലത്തേക്ക് പിന്മാറുകയാണെന്ന് കാണിച്ച് കത്തയക്കും. 7 അംഗങ്ങളുള്ള ഉപസമിതി, അതിൽ CPIയുടെ 2 മന്ത്രിമാർ കൂടിയുണ്ട്. അങ്ങനെ 7 അംഗ ഉപസമിതി ഇതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകാം. SIR വിഷയത്തിൽ സർവകക്ഷി യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. നവംബർ 5-നാവും യോഗം. SIR നടപ്പാക്കാനുള്ള തീരുമാനം ആശങ്ക ഉയർത്തുന്നതാണെന്നും ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
സംസ്ഥാനത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിപ്പോ പ്രായോഗികമല്ല എന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അഭിപ്രായപ്പെട്ടതാണ്. അപ്പോൾ ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ്. അതിന്റെ ഭാഗമായി ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നവംബർ 5 4 മണിക്ക് ആ സർവകക്ഷി യോഗം ചേരാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്.